You've been talking about patience, hoping forever like. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലെ ഷെയ്ക്കാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു റേ ഷെയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്ട്രോഷണൽ വാർപ്പിൽ വരാൻ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോൾ വന്ന ശേഷം ഓസിലേറ്റ് എഫക്റ്റ് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഇതിലാണ് നമ്മൾ ഷെയ്ക്ക് കൊടുക്കുന്നത്. ഈ ഓസിലേറ്റ് എഫക്റ്റിലാണ് നമ്മൾ ഷെയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആംഗിളാണ് ഉള്ളത്, അത് 45 ഡിഗ്രി. ദെൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 2 ഹെർട്സ് ഉള്ളതൊന്ന് ഒരു 6 ഹെർട്സിലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ഒരു 6 ഹെർട്സിലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫ്രീക്വൻസി ഒന്ന്. ഓക്കെ, അതിനുശേഷം നമ്മൾ മാഗ്നറ്റ്യൂഡിലേക്ക് വരാം. മാഗ്നറ്റ്യൂഡിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, പിന്നെ കുറച്ച് മാറി ഒരു കീ ഫ്രെയിം, ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ഏകദേശം നല്ല ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾ വാല്യൂ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വന്ന് ഒരു 390 ആ റേഞ്ചിലാണ് വാല്യൂ എടുക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡില്ലേൻ്റെ വാല്യൂ നമ്മളൊരു 4ഓ 5ഓ ആ റേഞ്ചിൽ എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവാണ് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു കർവ് എന്ത് ചെയ്യുക, ഈ 3 ഡോട്ടിൽ വന്ന് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. സോ ഇത് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കർവ് നമ്മളിപ്പോൾ കോപ്പി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്ക് ഒരു ഷെയ്ക്ക് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഓസിലേറ്റ് എഫക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ ആംഗിളാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. 45 ഒരു 90 ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഈ ഒരു ആംഗിൾ മാത്രമാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. ഒന്നാമത്തെ 45 ഡിഗ്രി, രണ്ടാമത്തെ നമ്മൾ 90 ഡിഗ്രി ആക്കി കൊടുക്കുക കറക്റ്റ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള ഷെയ്ക്കായിരിക്കും കിട്ടുക. ഇതിൽ പറഞ്ഞാൽ നമ്മൾ കൊടുത്ത മാഗ്നറ്റ്യൂഡിൻ്റെ ഈ ഒരു കീ ഫ്രെയിം ഡ്യൂറേഷൻ വന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. സെൻറ്ററിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് വെക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. അതായത് നമ്മൾ എഫക്ട്സിൽ വരാം, ബ്ലറിൽ വന്ന ശേഷം നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി. ഇതിലെന്ന് പറഞ്ഞാൽ ഈ മോഷൻ ബ്ലറിൻ്റെ ട്യൂണ് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതായത് ഓവറായിട്ട് മോഷൻ ബ്ലർ യൂസ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കുറച്ച് കൊടുക്കുക. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും, അത് നിങ്ങൾ കൊടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരിക. ഇതേപോലെ 2 കീ ഫ്രെയിം നേരത്തെ ആഡ് ചെയ്ത സെയിം പ്ലേസിൽ ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഇതിൽ ഒന്ന് നമ്മൾ നന്നായി സൂം ചെയ്ത് കൊടുക്കുക. ഒരു ബേസിക് ആയിട്ടുള്ള സൂം ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. ഇതേപോലെ സൂം ചെയ്ത ശേഷം നമ്മളിതൊരു ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് വന്ന് ഇവിടെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അഗെയിൻ എഫക്ട്സിൽ വരാം, നമ്മൾ ആഡ് എഫക്ട്സിൽ വരാം. ഇവിടെ നമ്മൾ റേ എന്ന് സെർച്ച് ചെയ്യുക. റേ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു റേ എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ റേസ് എഫക്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ഒരു എഫക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെയായിട്ട് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻറ്റൻസിറ്റി വന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 4 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫുള്ള് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഉണ്ടാവുക. 5 ആണ് ഇതിൻ്റെ മാക്സിമം വരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, അതുപോലെ തന്നെ ലെങ്ത്ത് ഇപ്പോൾ 0.15 ഉണ്ടാവുക. അതും വന്ന് നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ സ്ട്രെങ്ത്ത് വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങളതും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പം ഇത് ഞാൻ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് സെറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ വരും. ഇവിടെ മുകളിലായിട്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും എൻഡിലായിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതിൽ വന്ന് നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 230ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 230ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് എൻഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി പറഞ്ഞാൽ നമുക്കിവിടെ ഇൻറ്റൻസിറ്റിയുടെ ഓപ്ഷൻ ഉണ്ട്. ഇൻറ്റൻസിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഇൻറ്റൻസിറ്റി ആണോ ആ ഒരു റേക്ക് വേണ്ടത് ആ ഒരു രീതിക്ക് ഇൻറ്റൻസിറ്റി കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ലെങ്ത്തും വന്ന് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് വേണ്ടത് എന്നുള്ള രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു 2 വാല്യൂ നിങ്ങൾ എടുക്കുന്ന ക്യാരക്ടർ അനുസരിച്ച് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ എന്ത് വെച്ചാൽ ഇൻറ്റൻസിറ്റി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻഡിലായിട്ട് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും എൻഡിലായി കൊടുക്കുന്ന നമ്മളെ കീ ഫ്രെയിംസിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ നന്നായി കുറച്ച് കൊടുക്കുക. ഓക്കെ,
അതായത് ഒരു പോയിൻറ്റ് സംതിങ് വെച്ചാൽ മതി. ഓക്കെ, അതായത് എൻഡിലേക്ക് വരുമ്പോൾ ഫെയ്ഡ് ആവുന്ന രീതിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു റേ എഫക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ റേ എഫക്റ്റ് നമ്മൾ സെൻറ്ററിലായിട്ട് വന്നിട്ട് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഒരു എൻഡിലുള്ള കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു മൈനസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. -175 ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ആ ഒരു വീഡിയോയുടെ ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുക. 175. ഓക്കെ, കറക്റ്റായി സെറ്റ് ചെയ്യുക ആ ഒരു വാല്യൂ ഒന്ന്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഒന്ന് ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ സെൻറ്ററിലായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പറഞ്ഞാൽ നമ്മൾ ഇൻറ്റൻസിറ്റി ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 0.75 ആക്കിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എടുത്ത ആ ഒരു വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും, ആ വീഡിയോയിൽ ചെറിയൊരു ബോറായിരിക്കും. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ക്യാരക്ടർ അനുസരിച്ച് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.